PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ്. ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻസിൻ്റെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബാലൻസ് ക്ലാസ് ആയിരുന്നു. ഒഫൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് സെക്ഷൻ 83 വരെ 83 തൊട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. വുമൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഒഫൻസിൽ അതിൽ തന്നെ മാരേജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഒഫൻസാണ് അടുത്ത പറയുന്നത്. സെക്ഷൻ 83ൽ മാരേജ് സെറിമണിയാണ്. അതായത് വിവാഹം കഴിക്കുക, വാലിഡായിട്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിശ്വസിപ്പിച്ച് കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം മാരേജ് സെറിമണി എന്ന് പറയുന്നത് ഫ്രോഡുലൻ്റ് ആണ്. ഇവിടെ മാൻ എന്ന് പറയുന്ന ഇവിടെ മാൻ എന്ന് മാത്രമല്ല, സ്പെഷ്യലി ഹൂ എവർ, അതാണോ പെണ്ണോ ആയിക്കോട്ടെ, ഡിസ്ഹോണസ്റ്റ്ലി അല്ലെങ്കിൽ വിത്ത് ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷനാണ്. അപ്പോൾ ഇവിടെ ഈ ഡിസ്ഹോണസ്റ്റ് ദുരുദ്ദേശമായിട്ട് ഈ പറയുന്ന വിവാഹമായിട്ട് പറയുന്ന മാരേജ് സെറിമണി നമ്മൾ എങ്ങനെയാണ് ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം കഴിക്കുന്ന ആളെ വിശ്വസിപ്പിക്കുകയാണ് ഇത് യഥാർത്ഥത്തിലുള്ളൊരു വിവാഹമാണ് എന്ന്, വാലിഡായ ഒരു വിവാഹമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട്, എന്നാൽ അത് ചെയ്യുന്ന ആൾക്കറിയാം, വിവാഹം കഴിക്കുന്ന ആൾക്കറിയാം ഇത് വാലിഡായുള്ളതല്ല എന്നറിയാം. എന്നാൽ ആ തരത്തിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷൻ വേണമെങ്കിലും ആകാം. അതായത് ഒരു വ്യക്തി ഹൂ എവർ ഡിസ്ഹോണസ്റ്റ്ലി ഓർ വിത്ത് ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷൻ ആണ് ഒരു മാരേജ് നടത്തുന്നത്. ഏത് ഇൻറ്റൻഷൻ ആയിക്കോട്ടെ, ഇവിടെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. ചിലപ്പോൾ ഫ്രോഡുലൻ്റ് ആയിട്ട് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചീറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. എനിവേ ഇവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി ഈ തരത്തിൽ ഏതൊരു വ്യക്തി ആണോ പെണ്ണ് എന്നുള്ളതാണ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 years വരെയും പ്ലസ് അതിൻ്റെ കൂടെ ഫൈനും കിട്ടാവുന്നതാണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് മാരേജ് സെറിമണി ഫ്രോഡുലൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഉദ്ദേശം വേറൊന്നുമല്ല, ഫ്രോഡുലൻ്റ് ഇൻറ്റൻഷനാണ് അവിടെ പറയുന്നത്. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഏത് തരത്തിലുള്ള ഇൻറ്റൻഷൻ വേണമെങ്കിലും ആകാവുന്നതാണ്. ഇനി 84ലാണ് അടുത്ത പറയുന്നത് എൻറ്റൈസിങ് ഓർ ടേക്കിംഗ് അവേ ഓർ ഡീറ്റെയിനിങ് വിത്ത് ക്രിമിനൽ ഇൻറ്റൻറ്റ് എ മാരീഡ് വുമൺ. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ, ആ വിവാഹിതയായ ഒരു സ്ത്രീയെ കടത്തിക്കൊണ്ട് പോകുന്നതോ തടങ്കലിൽ വെക്കുന്നതോ ആയിട്ടുള്ളതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ക്രിമിനൽ ഇൻറ്റൻഷനോട് കൂടി വിവാഹിതയായ ഒരു സ്ത്രീയെ തടങ്കലിൽ വെക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ കടത്തിക്കൊണ്ട് പോവുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളും അതിൻ്റെ പണിഷ്മെൻറ്റുമാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഹൂ എവർ ടേക്സ് ഓർ അപ്പോൾ ഇവിടെ ഹൂ എവർ എന്ന് പറയുമ്പോൾ ഇത് ആരെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്? ഒരു സ്ത്രീയാണ് കടത്തിക്കൊണ്ടുവന്നത്. എനി വുമൺ, അപ്പോൾ ഹൂ എവർ ടേക്സ് ഓർ എൻറ്റൈസ് അവേ എനി വുമൺ ആണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ കടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിക്ക് അറിയാം ഈ സ്ത്രീ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അറിയാം, അല്ലെങ്കിൽ വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്നത് മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ് എന്ന് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലോ, അപ്പോൾ ആ ഇൻറ്റൻഷനോടെ അറിഞ്ഞുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ നമ്മളല്ല ഒരു പുരുഷൻ കടത്തിക്കൊണ്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ കടത്തിക്കൊണ്ട് പോകാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൻ ചെയ്യാം. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുമായിട്ട് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇയാൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ട് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ വേണ്ടി കടത്തിക്കൊണ്ടുപോവുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇൻറ്റൻഷനോട് കൂടി ഇവരെ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന സ്ത്രീയെ നമ്മൾ ഡീറ്റെയിൻ ചെയ്യുക, തടങ്കലിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് 2 വർഷം വരെയും അതുപോലെ ഫൈനും ഒന്നുകിൽ 2 വർഷം വരെ, അതല്ലെങ്കിൽ ഫൈൻ, അതും അല്ലെങ്കിൽ പിഴയോ, ഇതെങ്കിൽ 2 വർഷം അതിനോടൊപ്പം പിഴയും ചേർത്ത് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 84 എന്ന് പറയുന്ന പ്രൊവിഷൻ സ്പെഷ്യലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹിതരായ സ്ത്രീകളെ കടത്തിക്കൊണ്ടു പോവുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിനോ മറ്റാരെങ്കിലുമായി ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടോ ആണെന്നുണ്ടെങ്കിൽ 2 വർഷം വരെയോ അതല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്.
ദെൻ 85-ലാണ് അടുത്ത പ്രൊവിഷൻ പറയുന്നത് ഹസ്ബൻഡ് അല്ലെങ്കിൽ റിലേറ്റീവ് ഓഫ് ദ ഹസ്ബൻഡ് ആണ്. അപ്പം ഹസ്ബൻഡോ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സോ ഈ വിവാഹിതയായ ഈ വുമണിനെ ക്രൂരതയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ആരായിക്കൊള്ളട്ടെ, ഈ പറയുന്ന വ്യക്തികൾ ആരായാലും അവർ ഒന്നുകിൽ ഇവർ ഹസ്ബൻഡോ അതല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവോ ആയിക്കൊള്ളട്ടെ, ഈ സ്ത്രീയെ എന്തിന് വിധേയമാക്കുകയാണെങ്കിൽ ക്രൂവൽറ്റിക്ക് വിധേയമാക്കുകയാണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 3 വർഷം വരെയും പ്ലസ് ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പം 85-ൽ ഇതിപ്പോൾ പറയുന്നത് 84 തൊട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളാണ് നമ്മൾ കാണുന്നത്. സോ 83 കഴിഞ്ഞു, 83, 84, 85-ൽ എത്തുമ്പോൾ വിവാഹിതരായ സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഹസ്ബൻഡോ റിലേറ്റീവ്സ് ഓഫ് ദ ഹസ്ബൻഡോ ക്രൂവൽറ്റി കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾക്കിനി ഒരു ചോദ്യം വരും, എന്താണ് ക്രൂവൽറ്റി എന്നുള്ളത്. സെക്ഷൻ 86-ലാണ് ക്രൂവൽറ്റിയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. ക്രൂവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി, ഇടി, ചവിട്ട്, വെട്ട്, കുത്ത് ഇത് മാത്രമല്ല, അതായത് ഫിസിക്കൽ ഹാം മാത്രമല്ല ക്രൂവൽറ്റി എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്രൂവൽറ്റി ഈ ഫിസിക്കലാകാം മെൻ്റലാകാം എന്നുള്ളതാണ്. മാനസികവുമാകാം ശാരീരികവും. മാനസികമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ഉപദ്രവങ്ങളൊന്നുമില്ല, മാനസികമായിട്ട് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഹരാസ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ ഈ തരത്തിൽ പറയുന്നത്. അപ്പം 86-ൽ ക്രൂവൽറ്റി ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സെക്ഷൻ 86 ഓഫ് ദ ക്രൂവൽറ്റി പറയുന്നത് സ്പെഷ്യലി ഈ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളിൽ ക്രൂവൽറ്റി എന്ന് പറയുന്നത് അത് ഫിസിക്കൽ ക്രൂവൽറ്റി മാത്രമല്ല മെൻ്റൽ ക്രൂവൽറ്റി കൂടി ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിൽ വിൽഫുൾ കണ്ടക്റ്റ് ആണ്. വിൽഫുൾ കണ്ടക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നത്. വിൽഫുൾ കണ്ടക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വുമണിനെ, അപ്പോൾ ഒരു വിവാഹിതയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഹസ്ബൻഡോ ഹസ്ബൻഡിൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന നിയറസ്റ്റ് ഓർ ഡിസ്റ്റൻ്റ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് എന്നേ മാത്രമേ പറയുന്നുള്ളൂ, നിയറസ്റ്റ് എന്നോ ഡിസ്റ്റൻ്റ് എന്നോ പറയുന്നില്ല. അപ്പോൾ ഈ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് ഈ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതല്ല, ഒന്നുകിൽ ഈ ഇവരുടെ പ്രവൃത്തി ഈ പറയുന്ന കുട്ടിയെ അല്ലെങ്കിൽ സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കുക, പ്രേരിപ്പിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം മാരകമായിട്ടുള്ള ഇഞ്ചുറി കൊടുക്കുക, അതുമല്ല എന്നുണ്ടെങ്കിൽ ജീവനോ അതല്ലെങ്കിൽ ശാരീരിക അവയവങ്ങൾക്കോ ആരോഗ്യത്തിനോ ഒക്കെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ പ്രവൃത്തിയെങ്കിൽ അത് ഏത് തരം, ഈ പറയുന്നതെല്ലാം ഫിസിക്കലും ആകാം മെൻ്റലും ആകാവുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ടാമത് പറയുന്ന ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഹരാസ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം കൊണ്ടുപാടി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മീറ്റ് എനി അൺലാഫുൾ ഡിമാൻഡാണ്. അപ്പോൾ ഈ സ്ത്രീയോടടുത്ത് നമ്മൾ പറയുന്നത് അൺലാഫുള്ളായിട്ട്, ഈ പറയുന്ന ഡൗറി റിലേറ്റഡ് ആയിട്ട് അത് ലോഫുള്ളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സ്ത്രീധനം തന്നത് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഹരാസ് ചെയ്യുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇനി വാല്യുബിൾ പ്രോപ്പർട്ടി, സെക്യൂരിറ്റി അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് വിവാഹ സമയത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നില്ല, തന്നത് കുറഞ്ഞു പോയി എന്നൊക്കെ തരത്തിൽ പറയുന്ന ഹരാസ്മെൻറ്റുകളും ക്രൂവൽറ്റി തന്നെയാണ്. അപ്പോൾ 86-ൽ പറയുന്ന ക്രൂവൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ക്രൂവൽറ്റി ഉണ്ട്, മെൻ്റൽ ക്രൂവൽറ്റി ഉണ്ട്. ഈ ക്രൂവൽറ്റി എന്ന് പറയുന്നത് ഏത് തരത്തിലേക്കാണ് ഈ സ്ത്രീയെ സൂയിസൈഡിലേക്ക് തള്ളിവിടുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഗ്രേവ് ഇഞ്ചുറി ഉണ്ടാക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ ശരീരത്തിനും അതല്ലെങ്കിൽ ആരോഗ്യത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് എന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്നത് ഡൗറി റിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്തിനകത്ത് തന്നെ വരുന്നതാണ്, ക്രൂവൽറ്റിക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ക്രൂവൽറ്റി, ഈ തരത്തിൽ ക്രൂവൽറ്റി 86-ൽ പറയുന്ന ക്രൂവൽറ്റി, ഈ 86 അനുസരിച്ച് പറയുന്ന ക്രൂവൽറ്റി 85-ലെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സോ അത് കാണിക്കുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയാണ് 3 വർഷം വരെയും പ്ലസ് ഫൈനും പറയുന്നത്. അപ്പോൾ 85-ൽ പറയുന്നു അതിൻ്റെ ക്രൂവൽറ്റി കാണിച്ചാൽ ഇത്ര ശിക്ഷ എന്ന് പറഞ്ഞിട്ട് എന്താണ് ക്രൂവൽറ്റി എന്ന് 86-ലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ്
എന്താണ് കിഡ്നാപ്പിംഗ് അല്ലെങ്കിൽ അബ്ഡക്റ്റിംഗ് ഓർ ഇൻഡ്യൂസിങ് എ വുമൺ ടു കമ്പൽ ഹെർ മാരേജ് എക്സെട്ര എന്നുള്ളത്. എന്താണ് ഒരു സ്ത്രീയെ നമ്മൾ കടത്തിക്കൊണ്ട് പോവുകയോ അബ്ഡക്റ്റ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹത്തിന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇതിന് നമ്മൾ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ കിഡ്നാപ്പ് ചെയ്യുകയോ അബ്ഡക്റ്റ് ചെയ്യുകയോ ഈ സ്ത്രീയെ അതല്ലെങ്കിൽ എന്താണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ് അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഇവരെ നമ്മൾ കമ്പല് ചെയ്യുന്നത് എന്താണ് ഈ സ്ത്രീയുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഒന്നുകിൽ ഈ സ്ത്രീയെ നമ്മൾ കടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭീഷണിയാണ് അത് കടത്തിക്കൊണ്ട് പോകുന്നത്. അതുമല്ല എങ്കിൽ എന്താണ് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം കടത്തിക്കൊണ്ട് പോകുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മറ്റൊരാളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ കടത്തിക്കൊണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്ത്രീ അപ്പോൾ ഇവിടെ വിവാഹിതയായ സ്ത്രീയല്ല, അപ്പോൾ സ്ത്രീയെ കടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിലേക്കോ അതിനു വേണ്ടി ഭീഷണിയാക്കാൻ വേണ്ടിയിട്ടോ ഇൻഡ്യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിലേക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ ആണ് ഈ തരത്തിൽ കടത്തിക്കൊണ്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഈ എത്രയാണ് 10 വർഷം വരെയും പ്ലസ് എന്തും കൂടി കൊടുക്കാവുന്നതാണ്, പ്ലസ് ഫൈനും കൂടി ചേരാവുന്ന കുറ്റകൃത്യമാണ് കിഡ്നാപ്പ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ കടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇനി അതുമാത്രമല്ല ഇനി എന്താണ് ഇതേ ഉദ്ദേശത്തോടു കൂടി അതല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ ഒരു അതോറിറ്റിയോ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ സ്ത്രീയെ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ്ഡ് സെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഇൻഡ്യൂസ് ചെയ്താലും ഈ പറയുന്ന സെക്ഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാരേജ് റിലേറ്റഡ് ആയിട്ട് സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഒഫൻസ് ആണെങ്കിൽ അടുത്ത കുറ്റകൃത്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഓഫ് ദ ഒഫൻസ് ഓഫ് കോസിങ് മിസ്ക്യാരേജ് ആണ്. അപ്പോൾ മിസ്ക്യാരേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആളാണെങ്കിൽ ഗർഭം അലസിപ്പിക്കുക, മിസ്ക്യാരേജ് നടത്തിക്കുക എന്നുള്ളതാണ്. സെക്ഷൻ 88 പറയുന്നത് കോസിങ് മിസ്ക്യാരേജ്, ഗർഭം അലസിപ്പിക്കുന്നതിന് കാരണമാകുക എന്നുള്ളതാണ്. ഇവിടെ ആരായിക്കൊള്ളട്ടെ വോളണ്ടറിലി ആണ് കോസസ് എ വുമൺ വിത്ത് ചൈൽഡ്. അതായത് വുമൺ വിത്ത് ചൈൽഡ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയ ഒരു ലേഡിയാണ്. ആ സ്ത്രീയെ മിസ്ക്യാരേജ് ഗർഭം അലസിപ്പിക്കുന്നതിനേക്ക് വേണ്ടി ആരാണോ കാരണമാകുന്നത്, ഇനി ആ മിസ്ക്യാരേജ് എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പം ഈ ചില കേസുകളിൽ ഈ മിസ്ക്യാരേജ് എന്ന് പറയുന്നത് ഗുഡ് ഇൻറ്റൻഷനിലായിരിക്കും. അതായത് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അതാണ് പറയുന്നത് ഈ മിസ്ക്യാരേജ് എന്ന് പറയുന്നത് നോട്ട് കോസ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ദി പർപ്പസ് ഓഫ് സേവിങ് ദ ലൈഫ് ഓഫ് ദ വുമൺ എന്നുള്ളതാണ്. ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇപ്പോൾ ഇവർക്ക് മിസ്ക്യാരേജ് നടത്തിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്ത്രീക്ക് ഗർഭസ്ഥാവസ്ഥയിലാണ് ഇല്ലെങ്കിൽ പ്രഗ്നൻ്റായ ഒരു ലേഡിയാണ്, ആ ലേഡിയെ ഗർഭം അലസിപ്പിക്കുകയാണ്, മിസ്ക്യാരേജ് നടത്തുകയാണ്, അവരത് അറിയുന്നത് പോലുമില്ല. എന്നാൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ത്രീയെ എന്തിൽ നിന്ന് രക്ഷിക്കുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഇൻറ്റൻഷനൊന്നുമല്ല. അങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എത്ര വരെ പോകാം, 3 വർഷം വരെയോ പ്ലസ് ഒന്നുകിൽ 3 വർഷം വരെ അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. എന്നാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ദ വുമൺ ക്യുക്ക് വിത്ത് ചൈൽഡ് ആണ്. ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ ആദ്യ അവസ്ഥയിൽ തന്നെ എന്തായിരിക്കണമെന്നില്ല, കുട്ടി ചലിച്ചു തുടങ്ങുന്ന അവസ്ഥയിലായിരിക്കത്തില്ല. അപ്പോൾ പോകെ പോകെ പിന്നീടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ കുട്ടി ക്വിക്ക് വിത്ത് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനാവസ്ഥയിലുള്ള കുട്ടിയാണെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 7 വർഷം വരെയും പ്ലസ് ഫൈനുമാണ്. അപ്പോൾ 2 ക്ലോസുകൾ നമ്മളിവിടെ പറയുന്നത് 88 പറയുന്നുണ്ട്. 88 ഫസ്റ്റ് ക്ലോസ് പറയുന്നത് ഏതാണ്,
ഏതെങ്കിലും തരത്തിൽ മിസ്കാരേജ് സംഭവിപ്പിക്കുകയാണ്, ബാഡ് ഇൻറ്റൻഷനോട് കൂടിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 3 ഇയർ ആണ് പറയുന്നത്. 3 ഇയറോ അതല്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ. എന്നാൽ ആ പറയുന്ന കുട്ടിയുടെ നേച്ചർ എന്ന് പറയുന്നത് ക്വിക്ക് വിത്ത് ചൈൽഡ് ആണ്, ചലിച്ച് തുടങ്ങിയ അവസ്ഥയിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ശിക്ഷയുടെ കാലാവധി കൂടും, അത് 7 ഇയേഴ്സ് പ്ലസ് ഫൈനായിട്ട് മാറുന്നതാണ്. ഇവിടെ ഈ വുമൺ എന്ന് പറയുന്നത് ഹൂ കോസസ്. ഇനി അത് മാത്രമല്ല, ഹൂ എവർ എന്നാ പറയുന്നത്, ഒരു സ്ത്രീ സ്വയമായിട്ട് മിസ്കാരേജ് നടത്തി കഴിഞ്ഞാൽ വുമൺ ഹൂ കോസസ് ഹെർസെൽഫ് ടു മിസ്കാരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ തന്നെ മിസ്കാരേജിന് ഇത് കാരണമാകാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കാരണമാകാം. എനിവേ ഇതെല്ലാം ഇതിൻ്റെ പ്രൊവിഷനിൽ വരുന്നതാണ്. നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസാണ്, ബെയിലബിൾ ആണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഇത് ട്രയൽ നടത്താൻ ഉള്ള റൈറ്റുള്ള പേഴ്സൺ. ദെൻ അടുത്ത പറയുന്നു 89 കോസിങ് മിസ്കാരേജ് വിത്തൗട്ട് വുമൻസ് കൺസെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പിലും നമ്മൾ 88 കൺസെൻറ്റ് എന്ന് പറയുന്നത് വുമൻ്റെ കൺസെൻറ്റും ആകാം, കൺസെൻറ്റ് ഇല്ലാതെ ആകാം. ഈ കൺസെൻറ്റോട് കൂടി എന്ന് പറയുന്നതാണ് ഒരു വുമൻ സ്വമേധയാ മിസ്കാരേജ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നത്. എന്നാൽ 89 പറയുന്നു, ഇവിടെ 89 തീർത്തും പറയുന്നത് സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ല, അനുവാദമില്ല, സമ്മതമില്ലാതെയാണ് മിസ്കാരേജിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഹൂ എവർ ആണ് ഈ ഒഫൻസ് 88 ഓക്കെ 88 ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഇൻറ്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമില്ല, വിത്ത് ഒബ്ജക്റ്റ് ഓഫ് സേവിങ് ദ ലൈഫ് ഓഫ് ദ വുമൺ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ളതാണ്. എന്നാൽ ബാഡ് ഇൻറ്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ ഈ പറയുന്ന വുമൺ എന്ന് പറയുന്നത് ക്യുക്ക് വിത്ത് ചൈൽഡ് ആണെങ്കിലും അല്ലെങ്കിലും, ചലനാവസ്ഥയിലുള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഈ സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ മിസ്കാരേജ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്ന 10 വർഷം വരെയും പ്ലസ് ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ 88ഉം 89ഉം 88, 89 എങ്ങനെയാണ് കണക്റ്റഡ് ആണ്. 88ൽ പറയുന്ന അതേ സംഗതി തന്നെയാണ് 89ലും പറയുന്നത്. 89ൽ എടുത്ത് പറയുന്നത് കൺസെൻറ്റിൻ്റെ കാര്യമാണ്. കൺസെൻറ്റ് എന്ന് പറയുന്നത് ക്യുക്ക് വിത്ത് ചൈൽഡ് ആണെങ്കിലും അല്ലെങ്കിലും, ചലനാവസ്ഥയിലുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഈ പറയുന്ന സ്ത്രീയുടെ കൺസെൻറ്റ് ഇല്ലാതെ അവരുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല എങ്കിൽ അവിടെ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം പ്ലസ് ഫൈൻ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഇനി മിസ്കാരേജുമായി ബന്ധപ്പെട്ട അടുത്ത ഒഫൻസാണ് ഡെത്ത് കോസ്ഡ് ബൈ ഇത് ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് കോസ് മിസ്കാരേജ് എന്നുള്ളതാണ്. അപ്പോൾ 90യുടെ ക്ലോസ് 1ൽ പറയുന്ന കാര്യം, ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ ഇതേപോലെ ഒരു സ്ത്രീയുടെ മിസ്കാരേജ് ആണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വുമൺ വിത്ത് ചൈൽഡാണ്. ഈ മിസ്കാരേജ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ മരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ അപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീ അതിനോടൊപ്പം കുട്ടിയും കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷം വരെയും പ്ലസ് ഫൈനും കിട്ടാവുന്നതാണ്. ഡെത്താണ്, ഡെത്ത് കോസ്ഡ് ബൈ. അപ്പം ഇവിടെ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്കാരേജ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് മരണം സംഭവിച്ചത് എങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10 വർഷം പ്ലസ് ഫൈനാണ് എന്നുള്ളതാണ്. ഇനി എൻ്റെ എക്സ്പ്ലനേഷൻ്റെ 2ൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൺസെൻറ്റ് ഈസ് ദെൻ വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ വുമൻ ഷാൽ ബി പണിഷ്ഡ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടൈം എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ പറഞ്ഞ ഇനി ഇതേ കാര്യം തന്നെ ഈ വിത്തൗട്ട് കൺസെൻ്റ് ആണ് എന്നുള്ളത്. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ പറയുന്ന 80-90 അനുസരിച്ച് ഒരു സ്ത്രീയുടെ കൺസെൻറ്റോട് കൂടി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മിസ്കാരേജ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് പറ്റി, മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മരണം സംഭവിച്ചാൽ 10 വർഷം വരെയും. എന്നാൽ ഇതേ സംഗതി തന്നെ കൺസെൻ്റ് ഇല്ലാതെ മിസ്കാരേജിന് കാരണമാവുകയും അതിനിടയ്ക്ക് ഈ സ്ത്രീ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഇംപ്രിസൺമെൻറ്റ് വരെ പോകാവുന്നതാണ്. ഇനി ഇവിടെ ഒരു മറ്റൊരു എക്സ്പ്ലനേഷൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻഡർ ഷുഡ് നോ ദാറ്റ് ദ ആക്ട് ഈസ് ലൈക്ലി. അതായത് മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഈ കുറ്റം ചെയ്ത ആൾ പറയുമോ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മരണം സംഭവിച്ചോ ഈ പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് ശിക്ഷ ഉറപ്പാണ്. ഇനി
91 പറയുന്നു ആക്ട് ഡൺ വിത്ത് ഇൻറ്റൻറ്റ് ടു പ്രിവെൻറ്റ് എ ചൈൽഡ് ബീങ് ബോൺ എലൈവ് ഓർ ടു കോസ് ഡൈ ആഫ്റ്റർ ഡെത്ത് എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ കണ്ട കാര്യം എന്താണ്? മിസ്കാരേജ് നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കുട്ടി, ഈ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടി എന്ന് പറയുന്നത് ജീവനോടെ ജനിക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ടു പ്രിവെൻറ്റ് ദ ചൈൽഡാണ്. ഈ കുട്ടി എന്താണ്? ബീയിങ് ബോൺ അലൈവ്, ജീവനോടെ ജനിക്കുക എന്നുള്ള സംഗതി തടയുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ജനിച്ചോട്ടെ, ജനിച്ചു കഴിഞ്ഞ വിത്തിൻ ആഫ്റ്റർ എന്താണ് ഫ്യൂ മൊമെൻറ്റ്സ് കഴിഞ്ഞാൽ തന്നെ ടു കോസ് ഡൈ ആഫ്റ്റർ ബർത്ത് എന്നുള്ളത്. ജനിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യുക? ഇതിനെ തട്ടിക്കളയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇനി നോക്കിക്കോണം, ഏതൊരു വ്യക്തിയാണോ ഈ ചൈൽഡ് ബർത്തിന് തൊട്ട് മുമ്പ് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, ഹൂ എവർ ബിഫോർ ദ ബർത്ത് ഓഫ് എനി ചൈൽഡ് ആണ് ഡസ് എനി ആക്ട്. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കുട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടി ജീവനോടെ ജനിക്കരുത്, അതല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞാൽ ഓർ കോസിങ് ഇറ്റ് ടു ഡൈ ആഫ്റ്റർ ഇത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എപ്പോൾ തന്നെയാണ് ചെയ്യുന്നത്? ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രവൃത്തികളാണ്. ആ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രവൃത്തിയിൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യാം? പ്രഗ്നൻസി പീരീഡിൽ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അത് മരിക്കാം. അല്ലെങ്കിൽ ഇത് ഇയാൾ ചെയ്ത് എന്താണ്? പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവർ ഒന്നുകിൽ ഈ സ്ത്രീ അല്ലെങ്കിൽ കുട്ടി മരിക്കണമെന്ന് പറഞ്ഞ് തള്ളിയിടുകയാണ്. ഓക്കെ, അവർ അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുകയാണ്. ചിലപ്പോൾ എന്ത് പറ്റാം? ആ വീഴ്ചയുടെ ആഘാതത്തിൽ ആ കുട്ടി ചിലപ്പോൾ അപ്പോഴും മരിക്കാം, അതല്ലെങ്കിൽ ഇത് ജനിച്ചുടനെ മരിച്ചു പോകാമെന്നുള്ളതാണ്. അതാണ് ഈ തൊട്ട് മുമ്പേ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രവൃത്തികൾ തന്നെ ചിലപ്പോൾ ഇത് ഈ എന്താണ് ജീവനും ഈ അമ്മയുടെ ജീവന് ഭീഷണി ആയത് കാരണം ചിലപ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നതാകാം. എനിവേ, അത് ഇൻറ്റൻഷൻ ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫോർ ദ പർപ്പസ് ഓഫ്, അതായത് ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരിക്കണം എന്താണ് ഗുഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇത് തൊട്ട് മുമ്പുള്ള ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇത് ഈ കുട്ടിയെ നമുക്ക് വേണ്ട, ഇത് ജീവനോടെ ഇവിടെ ഉണ്ടാകാനേ പാടില്ല എന്നുള്ള ലക്ഷ്യത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 years വരെയും, അതല്ലെങ്കിൽ ഒന്നുകിൽ 10 വർഷം വരെ, അതല്ലെങ്കിൽ ഫൈൻ, ഇതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അതാണ് സെക്ഷൻ 91 പറയുന്നത്. അപ്പം 91 ഈ പറയുന്ന കാര്യം എന്താണ്? ഈ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പേ ചെയ്തൊരു പ്രവൃത്തിയായിരിക്കാം. ആ പ്രവൃത്തിയുടെ എന്താണ് ആഫ്റ്റർ ഇഫക്ട്സ് ആണ് ഈ കുട്ടി ജനിച്ചുടനെ മരിക്കാനുള്ള കാരണവും ആകുന്നത്. ഓക്കെ, അതാണ് സെക്ഷൻ 91 പറയുന്നത്. ദെൻ 92 പറയുന്ന ഒരു കാര്യം, കോസിങ് ഡെത്ത് ഓഫ് ക്യുക്ക് അൺബോൺ ചൈൽഡ് ബൈ ആക്ട് എമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ളത്. ക്യുക്ക് അൺബോൺ ചൈൽഡാണ്, അതായത് ചലിച്ചു തുടങ്ങിയ കുട്ടിയാണ്. ചലനാവസ്ഥയിൽ അത് കാലും കൈയൊക്കെ ഇട്ട് എന്താണ് അത് ഇങ്ങനെ ചലിപ്പിക്കുന്ന അവസ്ഥയിലുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് സർക്കംസ്റ്റാൻസിലായിക്കൊള്ളട്ടെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന നമ്മളത് ഇതുവരെ കണ്ട 83, 84 ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങൾ ഏത് തന്നെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് കുട്ടി എന്ന് പറയുന്നത് ക്യുക്ക് വിത്ത് ചൈൽഡാണ്. അത് ചലനാവസ്ഥയിലുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കാരണം ഈ കുട്ടി മരിച്ചു എന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് എന്താണ്? ആക്ട് കോസ് ദി ഡെത്ത് ഓഫ് ക്യുക്ക് അൺബോൺ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇതേതാണ്? ഇറ്റ് എമൗണ്ട്സ് ടു കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ക്യുക്ക് വിത്ത് അൺബോൺ ചൈൽഡിനെ എന്താണ് അത് പ്രഗ്നൻസി പീരീഡിൽ തന്നെ വെച്ച് അതിന് എന്താണ് ഏതെങ്കിലും തരത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരാകുന്നവർ ഏതാണ്? കൾപ്പബിൾ ഹോമിസൈഡ്. നമ്മൾക്ക് നേരത്തെ ഇതിനു മുമ്പ് ഇനി പഠിക്കാൻ പോകുന്ന 100-ലും 101-ലൊക്കെ പറയുന്ന മർഡർ കൾപ്പബിൾ ഹോമിസൈഡ്. ആ കൾപ്പബിൾ ഹോമിസൈഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 10 വർഷവും പ്ലസ് ഫൈനും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വേണ്ടേ ഒരു ഇല്ലുസ്ട്രേഷൻ പറയുന്നുണ്ട്. എ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാം എന്താണ് അയാളുടെ പ്രവൃത്തി ഒരു പ്രഗ്നൻറ്റ് വുമണിന് എന്താണ് മരണം സംഭവിക്കാൻ അത്രയും കാര്യമായ ഒരു പ്രവൃത്തിയാണ്. അത് ഉദ്ദേശത്തോടു കൂടി അയാൾ അത് ചെയ്യുന്നു. ഇനി ആ വുമൺ മരിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കൾപ്പബിൾ ഹോമിസൈഡാണ്. വുമൺ ഈസ് എന്താണ്? ഇനി ഈ എമൗണ്ട് കൾപ്പബിൾ ഹോമിസൈഡ്. ദ വുമൺ ഈസ് ഇഞ്ചേർഡ് ബട്ട് ഡസ് നോട്ട് ഡൈ ബട്ട് ദ ഡെത്ത് ഓഫ് ആൻ അൺബോൺ ചൈൽഡ് അൺബോൺ ക്യുക്ക് വിത്ത് ചൈൽഡാണ് വിച്ച് ഷീ ഈസ് പ്രഗ്നൻറ്റ് ഈസ് ദെയർ ബൈ കോസ്ഡ് എന്നാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഗർഭസ്ഥ അവസ്ഥയിലുള്ള ഒരു സ്ത്രീ
അവർക്ക് എന്താണ് നമ്മളുടെ പ്രവൃത്തി ചിലപ്പോൾ ഈ സ്ത്രീ മരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ സ്ത്രീ മരിച്ചിട്ടില്ല, അവർ ഇഞ്ചേർഡ് ആവുകയേ ചെയ്യുന്നുള്ളൂ. എന്നാൽ കുട്ടി മരിച്ചു, ആ കുട്ടി കുക്ക് വിത്ത് ചൈൽഡാണ് എങ്കിൽ അതെന്താണ്, അയാൾ ഈ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി എങ്ങനെയായിരിക്കും, ഈ കൾപ്പബിൾ ഹോമിസൈഡിനാണ്, അയാൾക്ക് ചെയ്ത കുറ്റം കൾപ്പബിൾ ഹോമിസൈഡാണ്. ദെൻ സെക്ഷൻ 93 പറയുന്നത് ചിൽഡ്രൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറ്റകൃത്യമാണ്. സെക്ഷൻ 93 പറയുന്നത് എക്സ്പോഷർ ആൻഡ് അബാൻമെൻറ്റ് ഓഫ് എ ചൈൽഡ് അണ്ടർ 12 years ഓഫ് ഏജ് ബൈ പേരൻ്റ് ഓർ പേഴ്സൺ ഹാവിങ് കെയർ ഓഫ് ഇറ്റ് എന്നുള്ള 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. അതായത് 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ ഉപേക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ, കാരണം ഒന്നുകിൽ അതിൻ്റെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരോ വല്ല ആൾക്കൂട്ടത്തിലോ വിജനമായ സ്ഥലത്തോ ഒക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ, അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിൽ അത് ഫാദർ ആയിക്കൊള്ളട്ടെ മദർ ആയിക്കൊള്ളട്ടെ, അപ്പോൾ ഈ കുട്ടി 12 വയസ്സിൽ താഴെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കി നടത്താൻ, അല്ലെങ്കിൽ ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ ലയബിലിറ്റി ഉള്ള ഏതെങ്കിലും വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇവരെവിടെയാണ് കൊണ്ട് ഉപേക്ഷിക്കുന്നത്, എക്സ്പോസ് ചെയ്യുകയോ ലീവ് ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത്, അവിടെ ഒരു സ്ഥലം ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ കുട്ടിയെ ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് എന്ന് പറയുന്നത് 7 വർഷം വരെയോ ഫൈനോ അത് രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇനി എന്നാൽ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു ഡെസേർട്ട് പ്ലേസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ആൾക്കൂട്ടമുള്ള സ്ഥലമായിരിക്കാം, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇതിനെ അബാൻഡൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ ഈ ഇവിടെ അടുത്ത പറയുന്നത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഇൻറ്റൻഡ് ടു പ്രിവെൻറ്റ് ദ ട്രയൽ ഓഫ് ദ ഒഫൻഡർ ഫോർ മർഡർ ഓർ കൾപ്പബിൾ ഹോമിസൈഡ് ആസ് ദ കേസ് മേ ബി ഇഫ് ദ ചൈൽഡ് ഡൈ ഇൻ ദ കോൺസിക്വൻസ് ഓഫ് ദ എക്സ്പോഷർ. ഈ പറയുന്ന കുട്ടി ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ കണ്ടത് ഇതേ തരത്തിൽ ഈ കുട്ടി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ 7 വർഷം വരെ കിട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയ കുട്ടി ഏതെങ്കിലും കാരണത്താൽ അത് മരിച്ചു കഴിഞ്ഞാൽ അതെന്ത് തന്നെയാണ്, അത് മർഡറാണ്. അപ്പോൾ ആ മർഡറിന് എന്ത് ചെയ്യാം, ട്രയൽ ചെയ്യാം. അതല്ലാതെ ഈ പറയുന്ന ഏത് സെക്ഷൻ എന്ന് പറയുന്നത് 93 സെക്ഷൻ മാത്രമായിരിക്കില്ല നിലനിൽക്കുന്നത്. 93 സെക്ഷൻ പ്ലസ് എന്തും കൂടി കയറി വരും, ഈ കുട്ടിയുടെ കൊലപാതകത്തിനും കൂടി എന്ത് കയറി വരും, ചാർജ് കയറി വരും. അങ്ങനെ ഈ സെക്ഷൻ അനുസരിച്ച് അത് പ്രിവെൻഷൻ ഒന്നും പറയുന്നില്ല, മർഡറും കൂടി ചേർത്ത് ട്രയൽ ചെയ്യും. ഇനി 94 അനുസരിച്ച് പറയുന്നു എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിച്ചുടനെ ചിലപ്പോൾ അത് മരിച്ചു പോയി കാണും, ചിലപ്പോൾ അതിനെ കൊന്നു കാണും, എന്തായാലും സീക്രട്ട് ബറിയൽ ഓഫ് ദ ഡെഡ് ബോഡി ഓഫ് ദി ന്യൂ ബോൺ ആണ്. അപ്പോൾ ഇപ്പോൾ ജനിച്ച ആ കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും സീക്രട്ടായിട്ട് ബറി ചെയ്യുകയാണ്, മറവ് ചെയ്യുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മറവ് ചെയ്യുക, മറ്റേതെങ്കിലും തരത്തിൽ ഡിസ്പോസ് ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കാറില്ലേ, കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചു, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ചിലപ്പം ഒരു ഇടയ്ക്ക് വെച്ചൊരു കേസായിരുന്നു, ഫ്ലാറ്റിൽ നിന്ന് ഈ ജനിച്ച ഉടനെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞു, ആ പറയുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഏത് തരത്തിലാണെങ്കിൽ ഇവിടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസീൽമെൻ്റ് ആണ്. ഈ കുട്ടി മരിച്ചു കഴിഞ്ഞു, അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ ഡെഡ് ബോഡി എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ മറവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ചൈൽഡ് വെദർ സച്ച് ഡൈ ബിഫോർ ഓർ ആഫ്റ്റർ ഓഫ് ഡ്യൂറിങ് ഇറ്റ്സ് ബർത്ത് എന്നുള്ളതാണ്. ചിലപ്പോൾ ജനിക്കുന്നതിന് തൊട്ട് മുമ്പേ അത് മരിച്ചു കാണും, ചിലപ്പോൾ ജനിച്ച് കഴിഞ്ഞുടനെ ആയിരിക്കും മരിച്ചത്. ഇനി ഇവിടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി കൺസീൽ ഓർ എൻഡവേഴ്സ് ടു കൺസീൽ ദ ബർത്ത് ഓഫ് ദ സച്ച് ചൈൽഡ് എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ ശരീരം നമ്മൾ മറവ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടേ ഇല്ല, ആ പറയുന്ന ബർത്ത് കൺസീൽ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബോഡി മറവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് 2 years അല്ലെങ്കിൽ ഫൈന് രണ്ടും കൂടെ ചേർത്ത് കിട്ടാവുന്നതാണ്. അതൊരു കൊഗ്നൈസബിൾ ആയിട്ടുള്ള ബെയിലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ട്രയൽ ചെയ്യാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ്. അപ്പോൾ 94 പറയുന്നത് സീക്രട്ട് ബറിയൽ ഓഫ് ദ ഡെഡ് ബോഡി ഓഫ് ദ ന്യൂ ബോൺ ചൈൽഡ് ആണ്. ഈ ന്യൂ ബോൺ ചൈൽഡ് എന്ന് പറയുന്നത് മരിക്കുന്നത് ചിലപ്പോൾ ഡ്യൂറിങ് ഓർ ബിഫോർ ഓർ ആഫ്റ്റർ ദി ബർത്ത് ആയിരിക്കാം. അവിടെ കിട്ടുന്ന ശിക്ഷ 2 വർഷം വരെയോ അതല്ലെങ്കിൽ ഫൈനോ അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ കിട്ടാവുന്നതാണ്. ഇനി ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക് വേണ്ടി
നമ്മൾ ചില കുട്ടികളെ ഹയർ ചെയ്യുകയാണ്, ഓക്കെ, ഹയർ ചെയ്യുന്നു, അവരെ നമ്മൾ ഏറ്റെടുക്കുന്നു, വാടകയ്ക്ക് എടുക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഹയറിങ് അല്ലെങ്കിൽ എംപ്ലോയിങ് ആണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കുട്ടികളെ ഹയർ ചെയ്യുകയോ അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുകയോ എംപ്ലോയ് ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഒരു ജോലി ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹയർ ചെയ്യുന്നു, എംപ്ലോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്നു, എനി ചൈൽഡാണ്. അപ്പോൾ ഇവിടെ ഈ കുട്ടികളെ ഈ തരത്തിൽ എന്താണ് ഏറ്റെടുക്കുകയോ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയോ, ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് കുറ്റകൃത്യമാണ്. അപ്പോൾ കുട്ടികളെ എന്ത് ചെയ്യാനാണ്? ഭിക്ഷാടനം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താണ് പിക്ക് പോക്കറ്റിങ്, ആ തരത്തിലുള്ള മോഷണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രെയിൻ ചെയ്ത് നമ്മൾ ഈ കുട്ടികളെ ഹയറൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3-ൽ കുറയാത്തതും 10 വരെ പോകാവുന്നതുമാണ്. അതിനോടൊപ്പം ചേർത്ത് എന്തും കൂടി കിട്ടും? ഫൈനും കിട്ടാവുന്നതാണ്. ഇനി ഓക്കെ, അത് മാത്രമല്ല, ഓക്കെ, ഇഫ് ദ ഒഫൻസ് ബീങ് കമ്മിറ്റഡ് ഷോൾ ഓൾസോ ദ ഒഫൻസ് ബി കമ്മിറ്റഡ് ഷോൾ ഓൾസോ ബി പണിഷ്ഡ് വിത്ത് ദി പണിഷ്മെൻറ്റ് പ്രൊവൈഡഡ് ഫോർ ദാറ്റ് ഒഫൻസ് ആസ് ഇഫ് ദ ഒഫൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് ബൈ സച്ച് പേഴ്സൺ ഹിംസെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ കുട്ടികളെ ഹയർ ചെയ്ത് നമ്മൾ തന്നെ ഇവരെ കൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അത് ആർക്കും അത് പിടിക്കപ്പെട്ടാൽ ആ പറയുന്ന ചെയ്യിപ്പിക്കുന്ന വ്യക്തിക്കും ഇയാൾ തന്നെ നേരിട്ട് ചെയ്തതായിട്ട് കണക്കാക്കി ഇയാൾക്കും കൂടെ ചേർത്തായിരിക്കും ആ ശിക്ഷ കിട്ടുന്നത്. 3-ൽ കുറയാത്തതും 10 വരെ പോകാവുന്നതും പ്ലസ് ഫൈനും കിട്ടുന്ന കുറ്റകൃത്യങ്ങളായിരിക്കും. ഇവിടെ ഹയറിങ്, എംപ്ലോയിങ്, എൻഗേജിങ് അല്ലെങ്കിൽ യൂസിങ് ചൈൽഡ് അത് ഫോർ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓർ പോർണോഗ്രാഫി. അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മൾ പറയുന്ന കുറ്റകൃത്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട പിക്ക് പോക്കറ്റിങ്ങോ അതല്ലെങ്കിൽ എന്താണ് ഈ ബെഗാറായിട്ട് പോകുന്നതോ അത് മാത്രമല്ല, ഈ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൈൽഡ് പോർണോഗ്രാഫി ആ തരത്തിലൊക്കെ ഉള്ളതാണെങ്കിൽ അതെല്ലാം ഈ പറയുന്ന സെക്ഷനകത്തേക്ക് 95-ലേക്ക് കടന്നു വരുന്ന പ്രൊവിഷൻസ് ആണ്. ഇനി 96-ൽ പ്രൊക്യുറേഷൻ ഓഫ് ചൈൽഡാണ്. പ്രൊക്യുറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്തിനാണ് കുട്ടികളെ ഈ തരത്തിൽ സമ്പാദിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുക. അവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ കുട്ടികളെ ഫോഴ്സ് ചെയ്യാണ് അല്ലെങ്കിൽ സെഡ്യൂസ്ഡ് ടു ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സ് വിത്ത് അനദർ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പം മറ്റ് വ്യക്തികളുമായിട്ട് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടോ സെഡ്യൂസ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടോ ഈ കുട്ടികളെ പ്രേരിപ്പിച്ച് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇൻഡ്യൂസ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എത്തിച്ചു കൊടുക്കലാണ്. അതാണ് പ്രൊക്യൂറിങ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 10 വർഷം വരെ പോകാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളെ മറ്റാർക്കെങ്കിലും ഇതേപോലെ കൊണ്ടുവന്ന് കൊടുക്കുകയോ കാഴ്ച വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പരിധിയിൽ വരും. സെക്ഷൻ 96 ആണ്. 10 വർഷം വരെയും ഫൈനും കിട്ടാവുന്നതാണ്. കോഗ്നൈസബിൾ കേസാണ്, നോൺ ബെയിലബിൾ ആണ്, ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ കോർട്ടാണ് അതിൻ്റെ ട്രയൽ വരുന്നത്. ഇനി 97 പറയുന്നു ഇവിടെ കുട്ടികളെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യുകയോ അബ്ഡക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നത് എങ്കിൽ ഹൂഎവർ കിഡ്നാപ്പ് ചെയ്യുകയോ അബ്ഡക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഒരു കുട്ടിയാണ് ചെയ്യുന്നത്, 10 വയസ്സിൽ താഴെയുള്ളതാണ് നമ്മൾ കടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഹോണസ്റ്റ്ലി എനി മൂവബിൾ പ്രോപ്പർട്ടി ഫ്രം ദ പേഴ്സൺ എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ശരീരത്തിലുള്ള മൂവബിൾ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രോപ്പർട്ടി എടുക്കുക. ചിലപ്പോൾ ഓർണമെൻറ്റ്സ് ആയിരിക്കും, ഗോൾഡ് അങ്ങനെ പറയുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലോ. അങ്ങനെയാണെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 വർഷം വരെയും ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഈ കുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നത് ഇതിൻ്റെ ശരീരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, മൂവബിളായിട്ടുള്ള ആർട്ടിക്കിൾസ്, ഒബ്ജക്ട്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 7 ഇയേഴ്സ് പ്ലസ് ഫൈനാണ് കിട്ടുന്നത്. കൊഗ്നൈസബിൾ ആയിട്ടുള്ള നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് കോർട്ട് ട്രയൽ ചെയ്യുന്ന തരത്തിലുള്ള കുറ്റകൃത്യമാണ്. ദെൻ 98 പറയുന്നു കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷന്, വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ചൈൽഡ് എന്ന് പറയുന്നത് അറ്റ് എനി ഏജ് ആണ്.
ഇത് നമ്മൾ BNS പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെഫിനേഷൻ പഠിച്ചതാണ്. 18 വയസ്സിൽ താഴെയുള്ള ഏത് കുട്ടികളും ചൈൽഡ് തന്നെയാണ്. അപ്പം തൊട്ട് മുമ്പേനകത്തൊക്കെ പറഞ്ഞു 12 വയസ്സിൽ താഴെയുള്ളത്, 10 വയസ്സിൽ താഴെയുള്ളത് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞു. എന്നാൽ ഇനി ചൈൽഡ് എന്ന് പറയുന്നത് 18 താഴെയുള്ള എനി ഏജ് ആണ്. അവിടെ ഈ കുട്ടികളെ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടോ ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്താണ് പറയുന്നത്? അത് 10 വർഷം വരെയും പ്ലസ് ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഇനി ഇവിടെ എന്താണ് ഒരു എക്സ്പ്ലനേഷനിൽ പറയുന്ന കാര്യം, ഒരു ഫീമെയിലാണ് 18 താഴെയുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഒന്നുകിൽ അതിനെ ആ കുട്ടിയെ സെയിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ ഹയർ ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഇതിനെ ഹയർ ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബ്രോത്തൽ ഹോമുകളൊക്കെ ഉണ്ടല്ലോ, ആ ബ്രോത്തൽ ഹോമുകളൊക്കെ നടത്തുന്നിടത്ത് ഈ കുട്ടികളെ കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഈ ഏതൊരാളാണോ ഈ തരത്തിൽ സോ ഡിസ്പോസിങ് ഓഫ് സച്ച് ഫീമെയിൽ ഷാൽ അണ്ടിൽ ദ കോൺട്ര മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ. അപ്പം ഞങ്ങൾ അങ്ങനെ ഈ പറയുന്ന കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, ഇവിടെ സൂക്ഷിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ പ്രിസംഷൻ എന്ന് പറയുന്നത് ഈ കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതോ ഇവിടെ സൂക്ഷിക്കുന്നതോ അതിനുവേണ്ടി സോൾഡ് ചെയ്തതോ ഒക്കെ ആണ് എന്നുള്ളതാണ് നിയമത്തിൻ്റെ അനുമാനം എന്ന് പറയുന്നത്. അപ്പം മറിച്ച് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തൊട്ട് മുമ്പേ പറഞ്ഞ എന്താണ് 98 അനുസരിച്ച് ഒരു ബ്രോത്തൽ ഹോമിൽ നിന്നൊരു കുട്ടിയെ കിട്ടി, 18 താഴെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എന്താണ്, ഈ കുട്ടിയെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലീഗൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്, ഇവിടെ പ്രൊക്യൂർ ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇത് മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ അല്ല ഞങ്ങൾ ഈ കൊച്ചിനെ അങ്ങനെയൊന്നും അല്ല കൊണ്ടുവന്ന് നിർത്തിയത് എന്നൊക്കെയുള്ള അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ പ്രൂവ് ചെയ്യുന്നത് വരെ എന്തായിരിക്കും, ഇതാ ഈ പറയുന്ന 98 പ്രകാരം പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇല്ലീഗൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് തന്നെ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് എന്നാണ് അനുമാനം. ഓക്കെ, ഇവിടെ ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, മാരേജ് വഴി വിവാഹം വഴി യുണൈറ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഇൻ്റർകോഴ്സുകളാണ് ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സുകൾ എന്ന് പറയുന്നത്. എന്താണ് ഇനി വിവാഹം എന്ന് പറയുന്നത് വാലിഡായിട്ടോ അല്ല, അല്ലെങ്കിൽ വാലിഡായിട്ടുള്ള വിവാഹം അല്ലാത്ത എല്ലാം തന്നെ ഏതിനകത്തേക്ക് കടന്നു വരും, ഈ പറയുന്ന ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സ് എന്ന് പറയും. അപ്പം ഏത് വ്യക്തികളുടെ പേഴ്സണലായോ പേഴ്സണൽ ലോയോ കസ്റ്റമോ അതല്ല എന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി വൈസ് അനുസരിച്ച് അവരുടേതായ നിയമപ്രകാരം വിവാഹമല്ലാത്തത് എന്തും ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് എന്താണ്, കുട്ടികളെ എന്ത് ചെയ്യുന്നു, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് മുമ്പേ പറഞ്ഞ അതേ സംഗതി തന്നെ, അവിടെ സെയിൽ ചെയ്തു, ഒരാൾ വിൽക്കുന്നു, മറ്റേ ആൾ ഇവിടെ എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. അപ്പോൾ 99 അനുസരിച്ച് വാങ്ങുകയാണ്, ബൈസ് ഹയേഴ്സ് ഓർ അതർവൈസ് ഒപ്റ്റെയിൻ ആണ്. അപ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഒപ്റ്റെയിൻ ദ പൊസഷൻ ഓഫ് എനി ചൈൽഡ് ആണ്. എനി ചൈൽഡ് എന്ന് പറയുമ്പം എന്താണ് അത് ഏജ് എന്നുള്ളതാണ്, ഏത് ഏജിലുള്ളതാണെങ്കിലും വിത്ത് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് എന്താണ്, എംപ്ലോയിഡ് ഓർ യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷനോ ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സോ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺലാഫുൾ ആൻഡ് ഇമ്മോറൽ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് 18 താഴെയുള്ള ഈ കുട്ടി പറയുന്ന എന്താണ് ചൈൽഡ് എന്ന് പറയുന്നത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 7 കുറയാത്തതും എന്നാൽ 14 വരെ പോകാവുന്നതും, 7 കുറയാത്തതും 14 വരെ പോകാവുന്നതും പ്ലസ് എന്തും കൂടി കിട്ടും, ഫൈനും കൂടി കിട്ടാവുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ഒരു എനി പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ എനി പേഴ്സൺ കീപ്പിംഗ് ഓർ മാനേജ്, അതായത് പ്രോസ്റ്റിറ്റ്യൂട്ടുകളോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബ്രോത്തൽ ഹോമുകൾ വേശ്യാലയങ്ങൾ നടത്തുന്ന ആൾക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇത് ഈ തരത്തിൽ വാങ്ങിക്കുകയോ ഹയർ ചെയ്യുകയോ മറ്റേതെങ്കിലും തരത്തിൽ, അപ്പം എന്താണ് ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് അതൊക്കെ നടക്കുന്ന കാര്യമാണോ, എന്താണ് വാങ്ങുകയോ ഹയർ ചെയ്യുകയോ, അതെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും കുട്ടികൾ വരുന്നത്. എനിവേ അതെല്ലാം ഹയർ ചെയ്യുക എന്നുള്ള ഇതിനകത്തേക്ക് വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഒപ്റ്റെയിൻ ദ പൊസഷനാണ് ഒരു ഫീമെയിൽ ചൈൽഡിൻ്റെ അണ്ടർ ദി ഏജ് ഓഫ് എനി ഏജ് ആണ്, 18 താഴെയുള്ള ഏത് ഏജ് വേണമെങ്കിലാകാം. മറിച്ച് പ്രൂവ് ചെയ്യുന്നത് വരെ പ്രിസംഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഇവരെ എന്താണ് അൺലാഫുള്ളായിട്ട് ഒപ്റ്റെയിൻ ചെയ്തു എന്ന് തന്നെയാണ് നിഗമനം. ഓക്കെ, ഇവിടെ ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സ് നമ്മൾ സെക്ഷൻ 98 കണ്ട വിവാഹമല്ലാത്തുള്ള എല്ലാ തരത്തിലും, ആ വിവാഹം എന്ന് പറയുന്നത് ഏതെങ്കിലും പേഴ്സണൽ ലോയോ കസ്റ്റമോ കമ്മ്യൂണിറ്റികൾ അനുവദിച്ച് കൊടുത്തിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള അതല്ലാതെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻ്റർകോഴ്സുകളും ഇല്ലിസിറ്റ് ഇൻ്റർകോഴ്സുകൾ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും പ്രൊവിഷൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾക്ക് എന്ത് പറയാനുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് കേസുകൾ എന്താണ്, മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഒഫൻസുകൾ, പിന്നെ ഓഫ് ദ ഒഫൻസ് ഓഫ് മിസ്കാരേജ്, ദെൻ മിസ്കാരേജും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടത് ആർക്ക് എഗെയിൻസ്റ്റ് ആണ്, ചിൽഡ്രൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കുറ്റകൃത്യങ്ങളാണ്. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒഫൻസ് എഗെയിൻസ്റ്റ് ബോഡി 100 ഒക്കെ തൊട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശരി.